ഒരുപാട് ലെയറോട് കൂടി വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന, അതും നമ്മളെല്ലാവരുടെ വീട്ടിലും എപ്പോഴും ബാക്കി വരുന്നൊരു സാധനമാണ് ചോറ്. ആ ഒരു ചോറ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വളരെ പെട്ടെന്ന് ഈ ഒരു ഐറ്റംസ് തയ്യാറാക്കിയെടുക്കുന്നത്. കാണാൻ നല്ല മൊഞ്ചും, എന്നാൽ ഉണ്ടാക്കാൻ നല്ല എളുപ്പം, കഴിക്കാനാണെങ്കിലോ ഇതിൻ്റെ ടേസ്റ്റ് പറയാനില്ല കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരുടെ വീട്ടിലും കുറച്ചെങ്കിലും ചോറ് ബാക്കി വരുമ്പോൾ ഇതുപോലെ വെള്ളത്തിലൊക്കെ ഇട്ടതാണെങ്കിൽ പോലും ആ വെള്ളത്തിൽ നിന്നൊക്കെ വാരിയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ചെയ്ത് നോക്കുന്നുള്ളത് 100% ഉറപ്പാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ഗ്ലാസ് ചോറാണ് എടുത്തിട്ടുള്ളത്. തലേന്ന് രാത്രി നമുക്കിപ്പോൾ വീട്ടിൽ എന്തായാലും ചോറ് ബാക്കി ഉണ്ടാവും. ഇനിയിപ്പോൾ ബാക്കിയില്ലെങ്കിൽ ലേശം അരി ഏറെ ഇട്ടോളൂ കേട്ടോ. 2 ഗ്ലാസ് ചോറൊക്കെ ബാക്കിയാവുന്ന രീതിയിൽ. ഇനിയിപ്പോൾ വെള്ളത്തിട്ട ചോറാണെന്ന് വിചാരിച്ചിട്ടൊന്നും നിങ്ങൾ ബേജാറാവണ്ട. അതിൻ്റെ പേരിലാണ് ഞാൻ വെള്ളത്തിട്ട ചോറിനെ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് ചോറ് എടുത്തിട്ട് ഇതാ ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1/4 ഗ്ലാസ് വെള്ളം. നമ്മൾ നല്ലോണം വെള്ളത്തിൽ കിടന്ന ചോറായതിൻ്റെ പേരിലാണ് കേട്ടോ 1/4 ഗ്ലാസ്. ഇനിയിപ്പോൾ വെള്ളത്തിലിടാതെ ചോറാണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ചോറ് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അപ്പോൾ ഇതേ കറക്റ്റിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ബാറ്റർ കിട്ടും. ഇനി ഈ ഒരു ബാറ്റർ ഞാനിത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ബൗളിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള ബൗളിൽ തന്നെ ഒഴിക്കുക. നമ്മൾ ബാറ്ററിനെ കണക്കാക്കിയിട്ടുള്ള പാത്രം എടുക്കാതിരിക്കുക. എന്നിട്ട് ആ ഒരു ബാറ്ററിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട്, അപ്പോൾ ഈ ഒരു ബാറ്ററിലേക്ക് മൈദമാവ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്കൊരു 2 ഗ്ലാസ് ചോറിലേക്ക് ഒരു 4 കപ്പ്, ഇനിയിപ്പോൾ ഗ്ലാസ് ആയാലും കപ്പ് ആയാലൊക്കെ എത്രയാണോ അതിൻ്റെ 2 ഇരട്ടി എടുക്കുക കേട്ടോ. അപ്പോൾ ചോറ് 2 ഗ്ലാസ് ആകുമ്പോൾ 4 ഗ്ലാസ് മൈദപ്പൊടി എടുക്കുക. മൈദപ്പൊടിയോ ഗോതമ്പപ്പൊടിയോ നിങ്ങൾക്ക് ഏത് പൊടിയാണോ കയ്യിലുള്ളത് അതെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മൈദപ്പൊടിക്കും കൂടെയുള്ള ഉപ്പ് ഞാൻ ഈ ഒരു ചോറ് അരച്ചിക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു ചോറും കൂട്ടിയിട്ട് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയോ? ഇത് എത്ര ആയാലും നമ്മളിപ്പോൾ മൈദ മാത്രം വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറേ സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. പക്ഷെ നമ്മൾ ഈ ഒരു ചോറ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ടായിരിക്കും കേട്ടോ. നമ്മൾ ഈ ഒരു കോയിൻ പൊറോട്ട എന്നൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ വലിയൊരു ബുദ്ധിമുട്ടുള്ള പണിയാണെന്നും അതിനൊരുപാട് സമയം വേണമെന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ പെട്ടെന്നൊക്കെ ഒരു കോയിൻ പൊറോട്ട, നമുക്ക് ചിലപ്പോൾ ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ വീട്ടിലുണ്ടാകുമ്പോൾ ഇടയ്ക്കൊക്കെ ഒരു പൊറോട്ട കഴിക്കാനൊക്കെ ഇഷ്ടമുണ്ടാകുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചോറ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ആ ഒരു പൊറോട്ടക്ക് അടിപൊളി ടേസ്റ്റും കിട്ടും. പോരാത്തതിന് അതിന് കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. നമ്മൾ ഇതുവരെ കഴിക്കാത്ത ഒരു പൊറോട്ടയുടെ രുചിയായിരിക്കും കേട്ടോ. വളരെ എളുപ്പമായിരിക്കും ഇങ്ങനെ വെച്ചിട്ട് ചോറൊക്കെ വെച്ചിട്ട് പൊറോട്ട ചെയ്തെടുക്കുമ്പോൾ. പിന്നെ ചോറ് നമ്മൾ ബാക്കിയുള്ള ചോറിലേക്ക് ഇട്ട് ഊറ്റുക, അതല്ലെങ്കിൽ ഇനിയിപ്പോൾ നാക്കാലികൾക്ക് കൊടുക്കുക, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നാക്കാലികൾക്ക് കൊടുക്കണ്ടെന്നല്ല കേട്ടോ, കൊടുത്തോളൂ. എന്നാലും ചിലപ്പോൾ നമ്മൾ അടുത്തൊന്നും നാക്കാലികളൊന്നും ഇല്ലാത്ത സമയത്ത് കളയണമല്ലോ എന്ന് വിചാരിക്കുന്ന ടൈമിലൊന്നും ഇനി ആരും അത് കളയാതിരിക്കുക. അപ്പോൾ ഞാൻ അതെല്ലാം കൂടിയിട്ട് വേഗം കുഴഞ്ഞൊക്കെ കിട്ടും. എന്നാലും നമ്മൾ ഒരു പൊറോട്ട അല്ലേ, അപ്പോൾ ഇതൊന്നും കൂടെ സോഫ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിതാ നല്ലോണം ഒന്ന് ഇതുപോലെ നെക്കി കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കുറച്ച് സമയം ഒന്ന് കുഴച്ചാൽ മതി. പക്ഷെ നമ്മൾ പാത്രത്തിലൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ കൗണ്ടർ ടോപ്പ് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയായിട്ടുള്ള കൗണ്ടർ ടോപ്പ് തന്നെ ആവണം. അപ്പോൾ നമ്മൾ രാത്രിയിലൊക്കെ തുടച്ചിട്ടിട്ട് പോയിട്ടുള്ള കൗണ്ടർ ടോപ്പൊക്കെ ആണെങ്കിൽ എന്തായാലും നിങ്ങളതൊന്ന് കഴുകണം കേട്ടോ. കാരണം പല്ലി പാറ്റ ഒക്കെ അരിച്ചിട്ടുണ്ടാവും, അവരൊക്കെ മൂത്രയ്ക്ക് അങ്ങനത്തെ ഒക്കെ പരിപാടികളൊക്കെ ഉണ്ടാവും. നമ്മൾ കാണുമല്ലോ, പല്ലിക്കാട്ടടവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, എന്തായാലും കൗണ്ടർ ടോപ്പ് ഒന്ന് കഴുകുക. അതല്ല നമ്മൾ പകലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൗണ്ടർ ടോപ്പ് എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കേണ്ട ഒരു ടൈമാണല്ലേ. പാത്രം കഴുകിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാലും ഒക്കെ അവിടെ അഴുക്കാവും, പൊടികളൊക്കെ നമ്മൾ വേഗം വൃത്തിയാക്കും. അപ്പോൾ വൃത്തി ഉണ്ടാവും. അപ്പോൾ നല്ല വൃത്തിയുള്ള കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെ കുഴക്കുക. എന്നിട്ട് ഈ ഒരു അളവിൽ ഓരോ വട്ടവും ഇതുപോലെ സ്പാച്ചില വെച്ചിട്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലുണ്ടാവില്ല കത്തിയൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈകൊണ്ടനൊക്കെ ആയിട്ട് ഇതുപോലെ ഓരോ കഷ്ണങ്ങളാക്കിയിട്ടെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ഗ്ലാസ് ചോറും 4 കപ്പ് മൈദയും വെച്ചിട്ട് ചെയ്യുമ്പോൾ അത് ഇത്രയും അളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ വീട്ടിൽ എത്രത്തോളം മെമ്പേഴ്സ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് ചെയ്തോളൂ.
അപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാണ്ട്. പിന്നെ ഇത് നമ്മൾ ഒരുപാട് സമയം സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ ഒരുപാട് ഓയിൽ കുളിക്കുക, അതുപോലെ തന്നെ മുകളിൽ നനഞ്ഞ മുണ്ടിടുക, അതിനൊന്നും പണിയില്ല കേട്ടോ. എന്തോ ഒരു എളുപ്പം അറിയോ, നല്ല എളുപ്പമാണ് ഇത്. ഇപ്പോൾ ചിലർക്കൊക്കെ ഉണ്ടാവും ചോറ് വെച്ചിട്ട് അതിപ്പോൾ എങ്ങനെ രുചി ഉണ്ടാവുകയെന്ന്. പക്ഷെ നമ്മൾ സാധാരണ ഈ ചോറ് വെക്കുന്ന അരി കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ചോറ് വെച്ചിട്ട് കിട്ടുന്നത്. പിന്നെ നമ്മൾ നമ്മളൊരു ഓട്ടട ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അതിലേക്ക് ചോറ് ചേർക്കുമ്പോൾ ആ ഒരു ഓട്ടട നല്ല പൊള്ളി ആരെടുത്ത് നല്ല സോഫ്റ്റായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ചോറ് കൊണ്ട് നമ്മൾ ഇതുപോലുള്ള ചെയ്തെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത അത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടാൻ പോണത്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കണേ. മൂടി വെക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഓയിൽ ഈ ഒരു ബട്ടിൻ്റെ മേലൊക്കെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെക്കുക. അപ്പോൾ അത് ഈ ഒരു എപ്പോഴും നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴായാലും കുറച്ച് ഒരുപാട് ഓയിലൊന്നുമില്ലെങ്കിലും കുറച്ചെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇത് ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല, ജസ്റ്റ് ഒന്ന് മൂടി വെക്കണ കയറി. എന്നാൽ 2 മിനിറ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, കാരണം ഞാനിപ്പോൾ കുറച്ച് നെയ്യും കുറച്ച് എന്താ പറയുക ഓയിലും കൂടി മിക്സ് ചെയ്യുന്ന സമയം അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു നെയ്യിൻ്റെ ആവശ്യമില്ല, പക്ഷെ ഞാൻ ചെറിയ കുട്ടികളൊക്കെ കഴിക്കണമാകുമ്പോൾ ഒന്നും കൂടെ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നെയ്യ് എടുക്കുന്നത്. അപ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂൺ നമ്മൾ പശുവിൻ്റെ നെയ്യും അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്യാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു നെയ്യിൻ്റെ ആവശ്യമില്ലാന്ന്. അപ്പോൾ നെയ്യ് എടുക്കാതെ നിങ്ങളിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ എടുക്കുകയാണെങ്കിൽ അതിലേക്ക് 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒരു 3/4 ടേബിൾ സ്പൂണോ മൈദപ്പൊടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് പൊതുവെ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ നെയ്യാണ് എടുത്തുക്കണത്, നെയ്യ്ക്ക് പകരം ഇതെടുക്കുക, മൈദ എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു മാവിൻ്റെ ഒരു ബോൾസ് എടുത്തിട്ട് ഒന്ന് നീട്ടി പരത്തിയിട്ടുണ്ട് കേട്ടോ. പരത്തുന്ന സമയത്ത് നീട്ടി പരത്തുക, ഇതുപോലെ തന്നെ തിന്നായിട്ട് പരത്തുക. അപ്പോൾ തിന്നായിട്ട് പരത്തുമ്പോൾ നമ്മൾ വിചാരിക്കുമോ ഇത് ചെറിയ ഓൾസൊക്കെ വരുന്നുണ്ട് പൊട്ടി പോകുന്നത്, അതിലൊന്നും നിങ്ങൾ ബേജാറാണ്. നിങ്ങൾ തിന്നായിട്ട് പരത്തിക്കോളി, ചെറിയ ഓട്ടയോ കാര്യമൊക്കെ ഉണ്ടായിക്കോട്ടെ. എന്നിട്ട് ഇതുപോലെ ഞാനിപ്പോൾ കത്തിയോണ്ട് ഇങ്ങനെ ഞെറി പോലെ വരഞ്ഞെടുത്തല്ലോ. അപ്പോൾ വരക്കുന്ന സമയത്തും ഇങ്ങനെ കീറിയെടുക്കുമ്പോഴും ചിലപ്പോൾ ചെറിയ പൊട്ടുകളൊക്കെ പൊട്ടും. അതിലൊന്നും ഒരു കൂസലും ഇല്ലാതെ നിങ്ങൾ ഇങ്ങനെ കീറി കൊടുത്തോളി കേട്ടോ. അങ്ങനെ കീറിയതിന് ശേഷം ഇപ്പം ഞാൻ കാട്ടില്ല അതുപോലെ അങ്ങോട്ട് ചെയ്യുക, അതന്നെ ഉള്ളൂ പണി. അപ്പം ഞാനിപ്പോൾ ആ നെയ്യും ഓയിലും ഇപ്പോൾ എന്തിനടുത്ത് വെച്ചെന്ന് നിങ്ങൾ വിചാരിക്കുമല്ലേ, അത് ഞാനിതിൽ പുരട്ടിയിട്ടുണ്ട്, പക്ഷെ ആ വീഡിയോ കാണാനല്ലേ, ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ഓയിലും നെയ്യും കൂടെ നല്ലോണം ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമ്മളിതിങ്ങനെ 2 സൈഡും ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്ന സമയത്ത് ലെയർ വിട്ടു പോവാതിരിക്കാനും നല്ല ലെയറായിട്ട് തന്നെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും. നമ്മളിപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇവിടെ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു നെയ്യും ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് പകരം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മൈദപ്പൊടി വെച്ചിട്ട് ചെയ്യാമെന്ന്. എന്നിട്ട് ഇതുപോലൊന്ന് ഇങ്ങനെ വരണ്ടി കൂട്ടിയതിന് ശേഷം 2 സൈഡും അല്ലെങ്കിൽ ഒരു സൈഡിൽ കൂടി ഒക്കെ ഇങ്ങനെ ചുറ്റിച്ചെടുത്തിട്ട് ഇത്ര പണിയുള്ളൂ കേട്ടോ വട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് ഒരുപാട് പരത്തിക്കാണ്ടുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ പരത്താതിരിക്കുമ്പോൾ ഈ ഒരു വട്ട് കാണുമ്പോൾ ഇനിയിപ്പോൾ ഇതെങ്ങനെ ഇതിന് ഉൾഭാഗം വേവുക എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ട്രിക്കും കൂടെ ഇവിടെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നല്ലോണം ഉള്ള വേവും. നമുക്ക് സാധാരണ കോയിൻ പൊറോട്ടൊക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ അതിന് ഉൾഭാഗമൊക്കെ ഇങ്ങനെ വേവാത്ത പോലൊക്കെ നമുക്ക് തോന്നാറില്ലേ, പക്ഷേ ഇതിന് അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഉൾഭാഗം നല്ല വേവും ചെയ്യും, എന്നാലും പുറം ഭാഗം നല്ലോണം ക്രിസ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കും ചെയ്യും. അപ്പോൾ ഏതായാലും അതും കൂടെ ഇതിൽ കാണിക്കണോണ്ട് പിന്നെ ഇനിയിപ്പോൾ വെന്തില്ലാന്നുള്ള കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. കണ്ടില്ലേ പരത്തണ രീതി, പരത്താനാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. ഇതിങ്ങനെ ഈ ഒരു വട്ടം ഇങ്ങനെ എടുക്കുക, ഒറ്റ പ്രസ് ചെയ്യൽ 2-3 പ്രാവശ്യം നമ്മളിങ്ങനെ ആ കയ്യിൻ്റെ ഉള്ളനായിട്ട് എടുത്തുകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ഒന്ന് റെഡിയായി. ഇത് പെട്ടെന്ന് കഴിയും കേട്ടോ. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് വലുതാക്കിയ പരത്തുക ചെയ്യരുത്, ചെറുതാക്കിയിട്ട് പരത്തുക. അപ്പോൾ എങ്ങനെയായാലും ഇത് കുറച്ചൊരു കട്ടി കുറവിലാണ് കേട്ടോ ഞാൻ ചെയ്തത്. സാധാരണ കോയിൻ പൊറോട്ട നല്ലോണം കട്ടി ഉണ്ടാവും, പക്ഷെ നല്ലോണം കട്ടി ഉണ്ടാകുമ്പോൾ കുഴപ്പം ഉൾഭാഗം പോകില്ല. ഇനിയിപ്പോൾ ഇതന്നെ ഉൾഭാഗം നല്ലോണം ഇതിന് അത്യാവശ്യം കട്ടിയുണ്ട്, എന്നാലും ഇത് ഉൾഭാഗം വേവാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചുട്ടെടുക്കുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലൊരു ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത്. ഇതിനിപ്പോൾ പൊറോട്ടക്കല്ല് വേണമെന്നോ ഒന്നുമില്ല. ഇതുപോലുള്ള പാത്രമൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവില്ല, ഇതുപോലത്തെ ഉള്ള നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫ്രൈ പാൻ എടുക്കുക, അത് നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം പൊറോട്ടകളൊക്കെ വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, മറിച്ചിട്ടതിന് ശേഷം
കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെക്കുക. മൂടി വെക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ മൂടി വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം നല്ലോണം ആവി തട്ടിയിട്ട് വെന്തിട്ടുണ്ടാവും. പിന്നെ നമുക്കൊന്ന് പുറം ഭാഗം ക്രിസ്പിയാക്കി എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ ആ കറക്റ്റ് പൊറോട്ടൻ്റെ ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടുക. പിന്നെ ഇതാ നമ്മൾ നല്ലോണം പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം 2 സൈഡും നല്ല പോലെ തന്നെ നല്ലോണം മുരിച്ചെടുക്കുക. അപ്പോൾ മുരിച്ചെടുക്കുമ്പോൾ നല്ല ഒരു പൊറോട്ടൻ്റെ ടേസ്റ്റും കിട്ടും. ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കണം ഇതിന് ഇവിടെ ലെയർ എന്ന്. പക്ഷേ ലെയറൊക്കെ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഉൾഭാഗം ഫുള്ള് ലെയറാണ്. പക്ഷെ നമ്മൾ ശരിക്കും അങ്ങോട്ട് ഇത് ഇങ്ങനെ നമ്മൾ ഓയിലും നെയ്യൊക്കെ പുരട്ടുന്ന സമയത്ത് അതൊന്നും കറക്റ്റിന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ലെയർ കിട്ടില്ല. പക്ഷെ ഇതിൻ്റെ ലെയർ ഇതാ ഞാനൊരു ശീല പിടിച്ചിട്ട് ചെയ്ത് കാണിച്ചു തരാം. അതൊന്നും ഇങ്ങനെ കണ്ടോളി, അടിക്കൊന്നും വേണ്ട, അടിക്കാതെ തന്നെ ഇതിൻ്റെ ലെയർ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷെ എന്താ പറയുക, നല്ല ചൂടാണ് കേട്ടോ. ഇതിങ്ങനെ ഇതാ കണ്ടില്ലേ, നല്ല ലെയറാണ്. ഇതിങ്ങനെ കല്ലിൽ വെച്ചിട്ട് നമുക്ക് കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കിത് എന്ത് ചെയ്യണമെന്ന് അറിയാം, ഇതിങ്ങനെ എല്ലാം ചുട്ടെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ പൊറോട്ട അടിക്കുന്ന പോലെ അടിക്കുമ്പോൾ 1 or 2 അടി അടിക്കുമ്പോഴൊന്ന് നല്ലോണം ലെയർ ഇങ്ങനെ പൂവ് വിരിഞ്ഞ് നിൽക്കണ പോലെ ഇങ്ങോട്ട് വിരിഞ്ഞിങ്ങനെ നിൽക്കും. കാണുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു, ഞാനാണോ ഇത് ചുട്ടെടുത്തത്, ഞാനാണോ ഇത് ഉണ്ടാക്കിയത്, ചോറ് വെച്ചിട്ടാണല്ലോ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ നമ്മൾ അതിശയിച്ച് പോകുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പൊറോട്ട നിൽക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, പെട്ടെന്ന് നല്ല ആ ഒരു ലെയർ നമ്മൾ ഉണ്ടാക്കിയല്ലേ, ആ ഒരു ലെയറിനൊന്നും ഒരു കോട്ടും പറ്റിയിട്ടില്ല. നല്ലോണം വിടർന്ന് ഒറ്റ ആയിട്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടല്ലോ, ഇതാ. അപ്പോൾ ഞാൻ മുഴുവനും ഇതുപോലെ തന്നെ പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ പൊറോട്ടൻ്റെ കല്ല് നമ്മൾ സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ പത്തിരി ചുടുന്ന കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ 5, 6, 10 ഒക്കെ ഒറ്റയടിക്കിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ പെട്ടെന്ന് കഴിയും. അങ്ങനെ ഞാൻ മുഴുവനും ചുടുന്നത് ഇതുപോലെ ഒരു കാസറോളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ എന്താ പറയുക, നമ്മൾ ഈ ഒരു പൊറോട്ട നല്ല സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആവണം. ഒരിക്കലും വെള്ളം കുറയാൻ പാടില്ല. നിങ്ങൾ ആ ഒരു ചോറ് എത്രത്തോളം ലൂസാണോ അതിനനുസരിച്ചിട്ട് കുറച്ച് ലൂസായിട്ടുള്ള വെള്ളം ഇത് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കട്ടെ, നല്ലോണം ലൂസാക്കിയിട്ട്. അപ്പോൾ ആ ഒരു കുഴക്കുന്ന സമയത്ത് നമ്മളെ കയ്യിലൊക്കെ ഒട്ടി പിടിക്കണ പോലൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകിയിട്ടും അതുപോലെ തന്നെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ വരണ്ടിയെടുത്തിട്ടും ഓയിൽ പറ്റിയിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ഡോ കിട്ടുകയും ചെയ്യും. ഇതുപോലുള്ള നല്ല സുന്ദരമായെന്ന് പറയാം മക്കളെ, നിങ്ങൾ കഴിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാം. നമ്മൾ സാധാരണ മൈദ മാത്രം വെച്ചിട്ട് ചെയ്യുന്ന പൊറോട്ടനേക്കാളും ഒരുപാട് മുന്നിലാണ് ഇതിൻ്റെ ടേസ്റ്റ് നിൽക്കുന്നത്. ഇതിനിപ്പോൾ നമുക്ക് ചിക്കൻ കറിയുടെ ബീഫ് കറിയുടെ ഒന്നും ആവശ്യമില്ല. നമുക്കിത് വെറുതെ നല്ല ചൂടുള്ള കട്ടൻ ചായയുടെ കൂടെ ഒക്കെ ഇങ്ങനെ കഴിക്കാൻ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ, നിങ്ങൾ കാണേണ്ടതിൻ്റെ ലെയർ ഇതാ കണ്ടൂടെ, എന്താ ലെയർ, മുഴുവനും ലെയറാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ലെയർ കണ്ടില്ലേ. ഇതിങ്ങനെ ഇങ്ങോട്ട് കഴിക്കാണ്ടല്ലോ, നല്ല ഇഷ്ടമാണ്. രാവിലേക്കൊക്കെ ആയാണ്ടല്ലോ ഒന്നും പറയാൻ കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഇനിയിപ്പോൾ സോഫ്റ്റ് ഉണ്ടാവില്ല എന്ന് ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ബേജാറാവേണ്ട. രാത്രിയെല്ലാം അങ്ങോട്ട് മാവ് റെഡിയാക്കി കുഴച്ച് വെച്ചോളി. രാവിലെ ഒരു ബേജാറുമില്ലാതെ ഉണ്ടാക്കാമല്ലോ. നമുക്കൊരു ഓട്ടയുടെ പത്തിരി വെച്ചോണ്ട് അത്രയും കൂടെ പണിയില്ല, വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. എന്നാലോ നല്ലൊരു അടിപൊളി കറിയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ പറയാനുമില്ല കേട്ടോ. നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ നല്ല അടിപൊളി പൊറോട്ട എടുത്തോളൂ കേട്ടോ. സാധാരണ നമ്മൾ പൊറോട്ട ഉണ്ടാക്കണ പോലെ തന്നെ, പക്ഷെ നമ്മൾ മുട്ട ചേർക്കണില്ല, അതുപോലെ തന്നെ ചോറ് ചേർക്കുന്നുണ്ട്, അത്രയ്ക്കേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കട്ടെ, എന്നിട്ട് നിങ്ങളോട് പറയട്ടോ എങ്ങനെ ടേസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ അടിച്ചത് ഏറിയതുകൊണ്ടാണോ എന്നറിയില്ല, നല്ലോണം ലെയർ പൂ വിരിഞ്ഞ പോലെ ഇരിക്കുകയാണ്. പക്ഷെ നമ്മളിത് ലെയർ മാറ്റിയിട്ട് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് കറിയൊക്കെ എടുക്കുന്നത്, നല്ല ആട്ടിൻ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കൂട്ടി കഴിക്കട്ടെ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ താഴെ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ലൈക്കൊക്കെ ചെയ്യ്. പിന്നെ അതുപോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്യട്ടെ നമ്മുടെ ചാനലിനെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിതിനെ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അധികം ആളുകൾക്കും ഇതൊന്നും അറിയില്ല. അപ്പം ഇനി അറിയാത്ത പ്രശ്നം ആർക്കും ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കട്ടെ. നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴേ മറ്റുള്ളവർക്ക് എത്തുള്ളൂ. പൊതുവേ ഇപ്പോൾ വ്യൂസൊക്കെ കുറവായതിൻ്റെ പേരിൽ തന്നെ ഇപ്പോൾ എല്ലാവരെയും എത്തുന്നൊന്നുമില്ല. കാരണം കുറവാനുള്ള കാരണം ഞാൻ തന്നെയാണ്. നമ്മളിപ്പോൾ ഏതൊരു കാര്യം തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ യൂട്യൂബ് അത് പ്രൊമോട്ട് ചെയ്യുള്ളൂ. ഞാനെന്താ അറിയോ, വലിയ പ്രശ്നം ഓരോരോ കാര്യത്തിൽ ചെന്ന് പെട്ടുകാണ്ട് നമുക്ക് ഓരോ തിരക്കുണ്ടാവുമല്ലോ. എന്നിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടാനൊന്നും കഴിയില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ പണിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് യൂട്യൂബിൽ വീഡിയോ ഇടാനൊക്കെ സമയം കിട്ടാതാവുമ്പോഴേ ഇങ്ങനെ വൈകി
അപ്പോൾ ഇത് എല്ലാവരേക്കും എത്താനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളിത് പരമാവധി ആളിലേക്ക് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യേ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നാളെ ഇതിനേക്കാളും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.